ഹായ്, ഞാൻ ഡോക്ടർ ബ്രയൻ എം എൻ തോമസ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റൈനോപ്ലാസ്റ്റി അഥവാ നോസ് ജോബ് എന്ന സർജറിയെക്കുറിച്ച് പറയാം. പലരും നമ്മുടെ അടുത്ത് ചോദിക്കും, പ്ലാസ്റ്റിക് സർജറിയിൽ റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് സെലിബ്രിറ്റികളുടെ പ്ലാസ്റ്റിക് സർജറി അല്ലേ എന്ന്. അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ മൂക്കിന് പലതരത്തിലുള്ള ഡിഫോമിറ്റീസ് വരാം. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് റൈനോപ്ലാസ്റ്റി. അത് കൂടാതെ ചിലർക്ക് ഈ നോസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കും, ഭയങ്കരമായിട്ട് എപ്പോഴും മൂക്കടക്കം ഉണ്ടാകുന്നവരുണ്ട്. അവർക്ക് കൂടുതലായിട്ട് ഈ മൂക്കിന്റെ പാലത്തിന്റെ വളവ് കാരണമാണ് ഈ മൂക്കടപ്പ് ഉണ്ടാകുന്നതെന്ന് ചിലപ്പം ഡോക്ടേഴ്സ് പറയും. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഫങ്ഷണൽ പ്രോബ്ലങ്ങളും നമുക്ക് റൈനോപ്ലാസ്റ്റിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിഫോമിറ്റീസ് നമ്മൾ റൈനോപ്ലാസ്റ്റിയിൽ ചേഞ്ച് വരുത്തുന്നത്? നമ്മുടെ മൂക്കിന്റെ പാലത്തിന്റെ ഭാഗം നല്ല ബ്രോഡാണെങ്കിൽ നമുക്കത് റെഡ്യൂസ് ചെയ്ത് വിട്ട് കുറയ്ക്കാൻ പറ്റും. അതിന്റെ ടിപ്പ് ഭയങ്കര വിട്ട് കൂടുതലുള്ളതാണെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഷോർട്ടാക്കി ഷാർപ്പാക്കാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ മൂക്കിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഹമ്പ് ഉണ്ടെങ്കിൽ അത് നമുക്കാണെങ്കിൽ റെഡ്യൂസ് ചെയ്ത് നല്ലൊരു ഷാർപ്പ് ലൈൻ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുകയും ചെയ്യും. അതുകൂടാതെ നമ്മുടെ മൂക്കിൻ്റെ വീതി, മൂക്കിൻ്റെ ദ്വാരത്തിൻ്റെ വീതി ഭയങ്കര കൂടുതലാണെങ്കിൽ, അതായത് നേസൽ ഏല എന്നതിന് പറയാം, അപ്പോൾ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇതുമൂലം നമ്മുടെ ഫേസിൻ്റെ പ്രപ്പോർഷന് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് റൈനോപ്ലാസ്റ്റി ചെയ്ത് നമ്മുടെ നോസിൻ്റെ ഭംഗി നമുക്ക് കൂട്ടാൻ കഴിയുകയും ചെയ്യും. എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, ഇത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കത്തില്ലേ. ഇപ്പോൾ സർജറി ചെയ്യുന്നത് നമ്മൾ ജനറൽ അനസ്തീഷ്യയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടിലേജ് എന്ന് പറയുന്ന ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള കാർട്ടിലേജ് ഒക്കെ നമ്മൾ പേഷ്യൻ്റെ ഫേസിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്യുകയും ഫേസിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് നമുക്ക് നോസിനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ കഴിയുകയും ചെയ്യും. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡ് ഒരു പെയിൻ കാണുകയും ചെയ്യും. അതുകൂടാതെ കുറച്ചൊരു കൺജഷൻ, അതായത് മൂക്കടപ്പ് പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അതല്ലാതെ മേജർ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ ഇതിൽ ആഫ്റ്റർ സർജറി നമ്മൾ പറയുന്നത് ഒരു ഫസ്റ്റ് 24 hours നമ്മുടെ മൂക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കും. വൺസ് 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. പിന്നെ നമുക്കൊരു സ്പ്ലിൻറ്റ് കാണും. സ്പ്ലിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിന് മുകളിലൊരു സപ്പോർട്ട് വെച്ച് കൊടുക്കുകയും ചെയ്യും. അതൊരു 7 to 10 days കാണും. യു ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് ആഫ്റ്റർ 2-3 days. നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ചിട്ട് 2-3 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 7 to 10 days കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ആ സ്പ്ലിൻറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെറിയ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ വർക്ക് ഓൾസോ. ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് വെച്ചാൽ ഈ ഗ്ലാസസ് വെക്കുന്നവർ ഒരു 3 weeksലേക്ക് ഡോണ്ട് യൂസ് ഗ്ലാസസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആ ബോൺ പോർഷനിൽ കൂടുതൽ പ്രഷർ വന്ന് നമുക്കുണ്ടാവുന്ന റിസൾട്ടിൻ്റെ ഒരു ചേഞ്ച് വരുത്തും. ആ റിസൾട്ട്, ഡിസൈഡ് റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ പറയും വെയിറ്റ് ഉള്ള ഗ്ലാസസ് ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഈ റൈനോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്ന് കംപ്ലീറ്റ് ഈ കാർട്ടിലേജിൽ നിന്നും ബോണിൽ നിന്നും എലിവേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ആ സ്കിന്ന് നമ്മുടെ കാർട്ടിലേജിനും ബോണിലുമായിട്ട് ഒട്ടിപ്പിടിക്കുന്നിടം വരെ ആ റിസൾട്ട് ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനൽ റിസൾട്ട് മോസ്റ്റ്ലി നമ്മൾ കാണാൻ കഴിയുക ഒരു 3 to 6 months പീരീഡിലാണ് നമുക്ക് കാണാൻ കഴിയുക. സോ നിങ്ങളുടെ മൂക്കിൻ്റെ ആകാരഭംഗിയിൽ നിങ്ങൾ സന്തുഷ്ടരല്ല എങ്കിൽ, അല്ലെങ്കിൽ നോസ് ബ്ലോക്കേജ് കാണാൻ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി യു ക്യാൻ ഗോ ഫോർ റൈനോപ്ലാസ്റ്റി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.